ഇത് ഹർത്താൽ ദിവസത്തെ വീഡിയോ ആണേ. ഹർത്താൽ ദിവസം ആയതുകൊണ്ട് ചേട്ടായിക്ക് ഇന്ന് പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചു. വേറൊന്നുമില്ല, മുറ്റത്താണേ കുറേ ചപ്പും എല്ലാം കൂടി കിടക്കുമായിരുന്നു. കാരണം ഈ പാമ്പിൻ്റെ ശല്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ പുറകുവശത്തെ ചപ്പെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. പിന്നെ കുറച്ച് കപ്പ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വശം ക്ലീൻ ചെയ്യുമായിരുന്നേ. ചേട്ടാ ചട്ടിക്ക് ചപ്പും കരികിലയും മണ്ണും എല്ലാം കോരി കളഞ്ഞിട്ട് അവിടെ ഇനി കപ്പ ഇടാനേ. ഇത് പടുതാക്കുളമായിരുന്നു, ഇപ്പം ഉപയോഗിക്കുന്നില്ല. പടുതയെല്ലാം കീറിപ്പോയി. അതുകൊണ്ടിപ്പം മണ്ണും വേസ്റ്റൊക്കെ കൊണ്ടിടുവാണേ. പിന്നെ ചപ്പും കരികിലയൊക്കെ അതിൻ്റെ അകത്തേക്ക് പെറുക്കിയിട്ടു. ചേട്ടായി പിന്നെ എൻ്റെ കപ്പ ഇട്ടു കേട്ടോ. ആ സമയത്ത് ഞാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ മുറിച്ച് വെച്ചു. ഇത് പുട്ടിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയാണേ. പിന്നെ ശർക്കര അതും തേങ്ങയൊക്കെ ഇട്ട് പുട്ടും ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഇന്ന് കാപ്പിക്ക് വേറെ കറികൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ മധുരം ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ പൈനാപ്പിളും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിച്ച് നോക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനും തിന്നുന്നുണ്ടായിരുന്നു, അവനും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. മധുരമുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വോയിസ് ചെയ്യുമ്പോൾ തന്നെ താഴത്തെ വീട്ടിലെ തത്തമ്മ ഭയങ്കര കരച്ചിലാട്ടോ. എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അവളാണെങ്കിൽ ബാ കൂട്ടി അടയ്ക്കല്ലേ, എപ്പോഴും കരഞ്ഞോണ്ടേ ഇരിക്കുള്ളേ. പിന്നെ അകത്ത് നിന്ന് വോയിസ് ചെയ്യാനും വലിയ സൗകര്യക്കുറവാണ്, വേറൊന്നുമല്ല. കുഞ്ഞിന് കിടന്ന് ഒച്ചയും ബഹളമൊക്കെയാണ്. അപ്പോൾ ഞാൻ മുറ്റത്തിൻ്റെ സൈഡിൽ പോയി നിന്നാണ് വോയിസ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിന് ഞാനും കൂടെ കൂട്ടെല്ലാം കഴിച്ചു കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, കാരണം കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഇരിക്കുമെന്ന് പേടിയായിരുന്നു. അപ്പോൾ അവനും ഇടയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എന്നാ കഴിച്ചാലും അതെ, വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ബാക്കി വന്ന പൈനാപ്പിൾ ഞാൻ കഴിച്ച് നോക്കും കേട്ടോ. നല്ല മധുരമാണ്. കാരണം ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആയതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഭാഗത്ത് പിന്നെ പൈനാപ്പിൾ തോട്ടം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് ചേട്ടായി പണിയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള പൈനാപ്പിൾ തോട്ടത്തിൽ നിന്നാണേ, 2 കൊണ്ടുവന്നാണേ. അപ്പം തലേ ദിവസം ഒരെണ്ണം കഴിച്ചായിരുന്നു, പിറ്റേ ദിവസത്തിന് ഒരെണ്ണം മാറ്റി വെച്ചതാണേ. പിന്നെ ഞാനും വെറ്റിച്ച് കാടൊക്കെ പറിക്കാൻ പോയായിരുന്നു. കയറി വന്നപ്പോഴത്തേനും വിയർത്ത് കുളിച്ച്, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതായിരുന്നു. എന്നിട്ടും കാര്യമില്ല കേട്ടോ, നല്ല ചൂടാണ് ഇവിടെ. മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് ദേഹം ഇളകിയ അപ്പം തന്നെ എന്നെ വേർത്തൊഴുകി കുളിക്കാൻ തുടങ്ങും കേട്ടോ. എന്നെ മാത്രമാണ് എല്ലാവരും ഇങ്ങനെ വേർത്തൊഴുകുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിലത്ത് വെച്ചിരുന്ന ഹാങ്ങിങ് സ്റ്റഡി എല്ലാം പിന്നെ ചേട്ടാ ഒരു വള്ളി കെട്ടി അവിടെ തൂക്കിയിടും കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ കിടക്കുന്ന കാണാൻ. ഇനി ഒരു കമ്പി മേടിച്ച് കമ്പിയേലിങ്ങനെ ആക്കണമെന്ന് ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പഴുക്കുന്ന സമയത്ത് കഴിക്കാൻ ഓർത്തു. പിന്നെ അപ്പം ചേട്ടായി 2 കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 4 നേരത്തെ ഇട്ടതായിരുന്നു കേട്ടോ. സമയം കിട്ടുന്നതനുസരിച്ചാണ് കപ്പ ഇട്ടുന്നത്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ചക്കപ്പുഴുക്കും പിന്നെ പയറുതോരനും പിന്നെ മോരുണ്ടായിരുന്നു. മോരല്ല, പച്ചത്തൈരാണേ. പിന്നെ മുളക് പൊടിച്ചതുണ്ട്, അത് കൂട്ടി ഞാൻ പിന്നെ ചോറ് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും എനിക്ക് വേണമെന്നില്ല. പക്ഷേ ചേട്ടായിക്ക് ഇറച്ചിയും മീനും ഇല്ലാതെ ചോറ് തീറ്റയൊക്കെ ഭയങ്കര പാടാട്ടോ. പുള്ളിക്ക് മടിയാണ്, ഇറച്ചി ഒന്നുമില്ല. അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതെങ്കിലും ഉണ്ടായാലേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ ചേട്ടായി പുട്ടൊന്നും രാവിലെ കഴിച്ചിരുന്നില്ല. ചേട്ടായി ഇങ്ങനെ മധുരം ഉള്ളതൊന്നും കൂട്ടി തിന്നുകയല്ലേ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് കറിയും വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.